ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡറാണ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നിലവിൽ പറഞ്ഞിരിക്കുന്നവർക്ക് എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ. അതേപോലെ ബാക്ക് ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയതാണ്, വലിയ പഴക്കമായിട്ട്. അപ്പോൾ ചെയിൻ ലൂസ് ഉണ്ടാകും, നമുക്ക് ടൈറ്റ് ചെയ്തിടാം. സ്പോക്കറ്റ് ബെയറിങ് അതേപോലെ തന്നെ വീലിൻ്റെ ബെയറിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നും ചേട്ടാ. ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. ജസ്റ്റ് അത് എയർ അടിച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. നിലവിൽ വേറെ കാർബേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നുമില്ല. നിലവിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും കാർബേറ്ററിൻ്റെ ഭാഗത്തുനിന്നൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ലിവറൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്, സ്വിച്ച് ഐറ്റംസൊക്കെ ഒന്ന് ലൂബ്രിക്കേഷൻ ചെയ്ത് കയറ്റിയിടാനുണ്ട്. അങ്ങനെ വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് ആയിട്ട് ആ ഭാഗത്തുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. വീൽ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണതാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടില്ല. അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2025 ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ മാക്സിമം കിട്ടണമൊക്കെ ഉണ്ട് നമുക്ക്. ലോഡ് കൊടുക്കുമ്പോഴായാലും നിലവിൽ 12 ഏകദേശം ഒരു 12.52 ആ റേഞ്ചൊക്കെ ചെറിയൊരു വേരിയേഷനെ വന്നുള്ളൂ അതിനകത്ത്. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ റൊട്ടീൻ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ മാത്രമേ നമുക്ക് നിലവിലുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. നാളെ ഒരു ഉച്ചയ്ക്ക് കഴിയും കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയി ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോ.